ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആശയത്തിൽ CCTV ആരംഭിച്ച ക്വിസ് ഓഫ് ഹാർട്ടിന്റെ ഫൈനൽ മത്സരത്തിലെ അവസാന റൗണ്ടാണ് ഈ എപ്പിസോഡിൽ. ആരാണ് ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയി എന്ന് നിർണ്ണയിക്കുന്ന വളരെ നിർണായകമായ ഒരു റൗണ്ട് കൂടിയാണ്. ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ നിർണായകമായ ഒരു മത്സരമാണ്, വാശിയേറിയ ഒരു മത്സരമാണ്. ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയിയെ കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ്. രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് 50,000 രൂപയും മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 25,000 രൂപയും ക്യാഷ് പ്രൈസ് നൽകുന്നു. ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് വിസ്ഡം കോളേജ്, പാവർട്ടി ആൻഡ് കുന്നംകുളം, പവർ ഗാർഡ് സോളാർ സിസ്റ്റം, കൂനമൂച്ചി. ഈ മത്സരത്തിലെ നിർണായകമായ അവസാനത്തെ റൗണ്ടിലേക്ക് സ്വാഗതം. ഒന്നാം സമ്മാനം നേടുന്ന വിജയിക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനം. 4 ടീമുകളും വളരെ ഭംഗിയായി 6 റൗണ്ടുകൾ പൂർത്തിയാക്കി അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു. ഹോട്ട് സീറ്റ് റൗണ്ടാണ്. 2 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 25 പോയിന്റ് വീതം, ഓരോ തെറ്റുത്തരത്തിനും -10 പോയിന്റ്. ഈ ഹോട്ട് സീറ്റിലേക്ക് വരേണ്ട വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല. ഈ മത്സരത്തിൽ ഇപ്പോൾ ഏറ്റവും കുറവ് പോയിന്റ് നേടി നിൽക്കുന്ന ടീമാണ് ആദ്യം ഹോട്ട് സീറ്റിലേക്ക് വരുന്നത്. ഏത് ടീമാണ് ഇപ്പോൾ? ഈ 4 ടീമുകളിൽ ഏറ്റവും കുറവ് പോയിന്റിൽ 4th പ്ലേസിൽ നിൽക്കുന്ന ടീമാണ് ആദ്യം ഹോട്ട് സീറ്റിൽ വരേണ്ടത്. അവരെയാണ് ആദ്യം നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് ടോപ്പിക്കുകൾ കാണാം. ഇഷ്ടമുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാം. ആർട്ട് ആൻഡ് കൾച്ചർ, പേഴ്സണാലിറ്റീസ്, കൺട്രി ഓർ പ്ലേസസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. ഇതാണ് 6 ടോപ്പിക്കുകൾ. ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, സയൻസ് ആൻഡ് ടെക്നോളജി, കൺട്രി ആൻഡ് പ്ലേസസ്, പേഴ്സണാലിറ്റീസ്, ആർട്ട് ആൻഡ് കൾച്ചർ. 6 ടോപ്പിക്കുകൾ. ബുക്സ് ആൻഡ് ഓതേഴ്സ്, വൺ മോർ, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഒരു ടോപ്പിക് കൂടിയുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ബുക്സ് ആൻഡ് ഓതേഴ്സ് 6 ടോപ്പിക്കുകൾ. ഇതിൽ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആരാണ് ഹോട്ട് സീറ്റിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് ഹോട്ട് സീറ്റിൽ കാണാം. Countries and places. Countries and places. Team may select countries and places. Okay, hot seat-ലേക്ക് നല്ലൊരു കൈയടി. ഹോട്ട് സീറ്റിലുള്ളത് ദേവദത്താണ്. ദേവദത്ത് ഫേസ്ബുക്കിലെ പോലെയാണ്, നേരെ മുന്നിലേക്ക് മാത്രം, വാളിലേക്ക് മാത്രം. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. ഓക്കെ, ദേവദത്ത് ആദ്യമായിട്ടാണോ ഹോട്ട് സീറ്റിൽ വരുന്നത്? ആദ്യമായിട്ടാണ് ഹോട്ട് സീറ്റിൽ മത്സരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഹോട്ട് സീറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു കൈയടി ദേവദത്തിന് കൊടുക്കാം. നമുക്ക് ആരംഭിക്കാം. ദേവദത്ത്, ഇതാണ് ദേവദത്തിനുള്ള ചോദ്യം. 7614 ഐലൻഡുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ രാജ്യം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ പേര് ക്വിസോൺ എന്നാണ്. QUEZON, ക്വിസോൺ. പസഫിക് ഓഷ്യനിൽ ചോദിച്ചോളൂ. 7614. പസഫിക് ഓഷ്യനിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിൽ ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നു. സ്പെയിനിലെ ഒരു രാജകുമാരൻ്റെ പേരിൽ നിന്നുമാണ് ഈ രാജ്യത്തിന് പേർ ലഭിച്ചത്. ഏതാണ് രാജ്യം? ഉത്തരം തിരക്കിട്ട് പറയേണ്ടതില്ല. ഇത് ഹോട്ട് സീറ്റാണ്. ആലോചിക്കുക. ഉത്തരം പറയുന്നുണ്ടോ, പാസ് ചെയ്യുന്നുണ്ടോ, ക്വിറ്റ് ചെയ്യുന്നുണ്ടോ, എല്ലാം ദേവദത്തിൻ്റെ കയ്യിലാണ്. 7614 ഐലൻഡുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ക്വിസോൺ എന്ന് പറയുന്ന വലിയ നഗരമുള്ള പസഫിക് ഓഷ്യനിലെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന പ്രദേശത്ത് കിടക്കുന്ന സ്പെയിനിലെ ഒരു രാജകുമാരൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച ഈ രാജ്യം ഏതാണ്? സോളമൻ ഐലൻഡ്സ്. സോളമൻ. നേരിട്ട് ഉത്തരത്തിലേക്ക് പോകുന്നു. സോളമൻ ഐലൻഡ്സ് തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം ഫിലിപ്പൈൻസ് ആയിരുന്നു. സാരമില്ല, -10 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതേ മേഖലയുമായി ബന്ധപ്പെട്ട കൺട്രീസിൽ നിന്നും പ്ലേസസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. റെഡി? ചോദിക്കാം. പുരാതന ഇന്ത്യയിൽ ശ്യാമളാദേവി എന്ന ഹിന്ദു ദേവതയുടെ പേരിൽ നിന്നും ആണ് ഈ സ്ഥലത്തിന് പേർ ലഭിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്യാമളാദേവി. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല സ്ഥിരാകേന്ദ്രമായിരുന്നു, വേനൽക്കാല തലസ്ഥാനമായിരുന്നു ഈ സ്ഥലം. ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ സ്ഥലം. ഏത് സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ ദേവദത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
പുരാതനകാലത്ത് ശ്യാമളാദേവി എന്ന ഹിന്ദു ദേവതയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു. ഏതാണ് ഈ സ്ഥലം? ഉത്തരം പറയുന്നു. താങ്കൾ തന്നെ ഉത്തരം പറയുന്നു. ഷിംല. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ആര്യയെ കണ്ടിട്ട് വരാം. ആര്യ, ഈ ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാനത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ആര്യയ്ക്ക് ഇതിന് ഉത്തരവുണ്ടോ? ഷിംല തന്നെയാണ് ശരിയായ ഉത്തരം. 25 പോയിന്റ് ടീം എക്ക് ലഭിക്കുകയാണ്. ഷിംല ശരിയായ ഉത്തരമാണ്. ദേവദത്ത്, നല്ല പെർഫോമൻസ്. ഒരു ഉത്തരം ശരിയായി, ഒരു ഉത്തരം തെറ്റി. വെരി ഗുഡ്. ആദ്യ ഹോട്ട് സീറ്റിൽ തന്നെ 25 പോയിന്റ് ലഭിച്ചു. വെരി ഗുഡ്. 2 ചോദ്യങ്ങൾ, 2 ഉത്തരങ്ങൾ, ഒരു ഉത്തരം ശരി, ഒരു ഉത്തരം തെറ്റ്. 25 പോയിന്റുകൾ ലഭിച്ചു. 10 പോയിന്റുകൾ നഷ്ടപ്പെട്ടു. 15 പോയിന്റ് മൊത്തത്തിൽ ഈ റൗണ്ടിൽ ടീം എക്ക് ലഭിച്ചു. വെരി ഗുഡ്. ഞാൻ അടുത്ത ടീമിലേക്ക് പോകുന്നു. ഏത് ടീമാണ് ഹോട്ട് സീറ്റിൽ രണ്ടാമതായി വരുന്നത്? ഏതാണ് അവരുടെ ടോപ്പിക്? ടീം സി ഏതാണ് ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ബാക്കിയുണ്ട്, ഇൻവെൻഷൻസ് ഉണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, പേഴ്സണാലിറ്റി, ബുക്സ് ആൻഡ് ഓതേഴ്സ്. 5 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഏതാണ് നിങ്ങളുടെ വിഷയം? സയൻസ് ആൻഡ് ടെക്നോളജി. വെരി ഗുഡ്. കം ടു ഹോട്ട് സീറ്റ് പ്ലീസ്. A good round of applause for Team C. Team C select Science and Technology. Your first question. ഒരു നദിയുടെ പേരിലാണ് ഈ അസുഖം അറിയപ്പെടുന്നത്. ഈ അസുഖം വരുത്തുന്നത് കോസേറ്റീവ് ഓർഗാനിസം വൈറസ് ആണ്. ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആരാ? വവ്വാലുകൾ. ഇവരാണ് ഈ വൈറസുകളുടെ റിസർവോയർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1976 ആദ്യത്തെ ഔട്ട് ബ്രേക്ക്, ഈ അസുഖത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ ഉണ്ടായത്. ഒരുപാട് രാജ്യങ്ങളിൽ ഈ അസുഖം ഉണ്ടായി. ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഉഗാണ്ട, കോങ്കോ, സയർ എന്ന് വിളിക്കപ്പെടുന്ന കോങ്കോ, ഗിനി, ഒരുപാട് രാജ്യങ്ങളിൽ ഈ അസുഖം വ്യാപിച്ചതായി. ഇന്ത്യയിലും ഈ അസുഖം പല സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ കൃത്യമായ ധാരണയില്ല. ഒരു പക്ഷേ അവിടെ നിന്നെല്ലാം യാത്ര ചെയ്ത വല്ലവർ വന്നതായിരിക്കും. ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ അസുഖം കോസേറ്റീവ് ഓർഗാനിസം പരത്തുന്നത് വൈറസാണ്. ബാറ്റ്സ്, വവ്വാലുകളാണ് ഇതിൻ്റെ റിസർവോയർ എന്ന് കരുതപ്പെടുന്നു. ഇപ്പോഴും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായി തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. 1976 ആദ്യ ഔട്ട് ബ്രേക്ക്, ആദ്യത്തെ പൊട്ടിപ്പുറപ്പെടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉഗാണ്ട, ഗിനിയ, കോങ്കോ, ഈ രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും അധികം ഈ അസുഖം റിപ്പോർട്ട് ചെയ്തുള്ളത്. ഏതാണ് അസുഖം? ഏത് രോഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇബോള ശരിയായ ഉത്തരമാണ്. 25 പോയിന്റ് ടീം സിക്ക് ലഭിക്കുകയാണ്. പൂർണ്ണമായും ശരിയായ ഉത്തരം. ആഫ്രിക്കൻ കൺട്രി സൈറിൽ നിന്ന് പുറപ്പെട്ട ഇബോള എന്ന അസുഖമാണ്. നിപ്പയായിരുന്നു സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലായി. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇബോളയാണ്. ഇബോളയും നിപ്പയും തമ്മിലായിരുന്നു ചിന്തയുണ്ടായിരുന്നത്. പിന്നീട് ഇബോള എന്ന് തന്നെ. നല്ല ഡിസിഷൻ. 25 പോയിന്റ്. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം. നല്ലൊരു കൈയടി ടീം സിക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. 1956 ഇന്ത്യൻ വംശജനായ നരേന്ദർ സിംഗ് കബാനി ആണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹം ഒരു ഫിസിക്സ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ്, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ, ഇതിലെല്ലാം ഈ ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. റോബർട്ട് മോർ, പീറ്റർ ഷൂൾസ്, ഡൊണാൾഡ് കെക്ക് എന്നിവർ ചേർന്ന് 1976 ഇത് പൂർണ്ണമായും ഉപയോഗത്തിൽ വരുത്തുന്ന രീതിയിൽ കണ്ടെത്തി. വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്? ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആലോചിച്ച് നേരത്തെ പോലെ തന്നെ വളരെ നല്ലൊരു ഉത്തരം അല്ലെങ്കിൽ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക. 25 പോയിന്റിന് വേണ്ടിയുള്ള ഹോട്ട് സീറ്റിലെ അവസാനത്തെ ചോദ്യം ടീം സിയോട്. ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫ്രണ്ടിനെ പാസ് ചെയ്യുന്നില്ല? ഇല്ല, ഫ്രണ്ടിന് വിശ്വാസമില്ല. വിശ്വാസമുണ്ട്, പക്ഷേ ഇപ്പോൾ പാസ് ചെയ്താൽ ശരിയാവില്ല. ഓക്കെ, ഹോട്ട് സീറ്റിൽ തുടരും. നിങ്ങളുടെ ക്വിറ്റ് ചെയ്യുന്നു. 25 പോയിൻറ്റോടുകൂടി മത്സരം നിങ്ങൾ പൂർത്തിയാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഞാനൊന്ന് ഫ്രണ്ടിനെ കണ്ടുവരാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെക്കുറിച്ച്? പോയിൻ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല. പോയിൻ്റ് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞു. 25 പോയിൻ്റ് ലഭിച്ചു കഴിഞ്ഞു. എന്താണ് ഇതെന്ന് എന്തെങ്കിലും ഐഡിയ?
മൈക്കിലൊന്ന് പറയൂ. ഹൈഡ്രോഫോൺ. തെറ്റായ ഉത്തരമാണ്. താങ്കളുടെ ഡിസിഷൻ പൂർണ്ണമായും ശരിയാണ്. താങ്കളുടെ സുഹൃത്തിന് ഈ ഉത്തരത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ല. ശരിയായ ഉത്തരം വളരെ സിമ്പിളായ ഉത്തരമായിരുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ശരിയായ ഉത്തരം. ഹോട്ട് സീറ്റിൽ നിന്ന് ഫ്രണ്ടുമായി ജോയിൻ ചെയ്യാം. 25 നല്ല പോയിന്റുകൾ നിന്ന് ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ടീം സി. ടീം ബി. 2 ടീമുകൾ ബാക്കി. ഓക്കെ, ടീം ബി ഏത് ടോപ്പിക്കാണ് സെലക്ട് ചെയ്യുന്നത്? പേഴ്സണാലിറ്റീസ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം. എല്ലാ റൂൾസും അറിയാം. ഓക്കെ, ആലോചിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഈ ഭരണാധികാരിയുടെ പേര് ഫത്തേ അലി ഖാൻ എന്നാണ്. പഴയ മദ്രാസ് പ്രസിഡൻസിയിലെ പ്രശസ്തനായ ഒരു സന്യാസിയുടെ പേരിലാണ് ഇദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത്. 1799 കൊല്ലപ്പെട്ടു. ഇദ്ദേഹം ഇന്ത്യ മുഴുവൻ ഇദ്ദേഹത്തെ അറിയുന്നത് ഈ സന്യാസിയുടെ പേരിലാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കുട്ടിക്കാല നാമധേയം ഫത്തേ അലി ഖാൻ എന്നാണ്. ഏത് പ്രശസ്തനായ ഭരണാധികാരിയാണ് ആദ്യകാലത്ത് ഫത്തേ അലി ഖാൻ എന്ന പേരിലും പിന്നീട് വളരെ പ്രശസ്തമായ മറ്റൊരു പേരിലും? ആ പേരാണ് താങ്കൾ കണ്ടുപിടിക്കേണ്ടത്. ആരാണ് ആ വ്യക്തി? ക്വിറ്റ് ചെയ്യുന്നു. ഉത്തരം പറയുന്നില്ല? നോ. ഫ്രണ്ടിനും പാസ് ചെയ്യുന്നില്ല? ഇല്ല. ടീം ബി ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. എന്തെങ്കിലും ആശയമുണ്ടോ? ഈ വ്യക്തി വളരെ പ്രശസ്തനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, താങ്കൾക്ക് ഇദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ്. ടിപ്പു സുൽത്താനെയായിരുന്നു താങ്കൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സാരമില്ല, പോയിന്റ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ നിഘണ്ടു വേദശബ്ദ രത്നാകരം രചിച്ചത് വളരെ പ്രശസ്തനായ ഈ വ്യക്തിയാണ്. ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ കളക്ടറായിരുന്നു ഇദ്ദേഹം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നടപ്പിൽ വരുത്തുന്നതിൻ്റെ പ്രോജക്റ്റ് കോർഡിനേറ്റർ കൂടിയായിരുന്നു. 30ഓളം ബുക്കുകൾ രചിച്ച അസാമാന്യ പണ്ഡിതനും വാഗ്മിയുമായ ഒരു വ്യക്തിയാണ്. ആരാണ് ഈ വ്യക്തി? മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ നിഘണ്ടു വേദശബ്ദ രത്നാകരത്തിൻ്റെ രചയിതാവ്, ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ കളക്ടർ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ആദ്യ പ്രൊജക്ട് കോർഡിനേറ്റർ, 30ലധികം ബുക്കുകൾ രചിച്ചു, സുപ്രസിദ്ധനായ വാഗ്മി, പണ്ഡിതൻ. ആരാണ് ഈ വ്യക്തി? ബാബു പോൾ. മുഴുവൻ പേര് പറയാമോ? ഡി ബാബു പോൾ. ഡോക്ടർ ഡി ബാബു പോൾ. 25 പോയിന്റ് ടീം ബിക്ക് ലഭിക്കുന്നു. ഡോക്ടർ ഡി ബാബു പോൾ ശരിയായ ഉത്തരമാണ്. ഈ റൗണ്ടിൽ 25 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ സ്കോർ വീണ്ടും ഉയർന്നിരിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും ഈ മത്സരത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് ഇപ്പോഴും തുറന്നു കിടക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടീം ബി. ജോയിൻ വിത്ത് യുവർ ഫ്രണ്ട്. ടീം ഡി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം സെലക്ട് ചെയ്യാം. 2 സ്കോറുകളെ നിങ്ങൾക്ക്. ഓക്കെ, ടോപ്പിക്. യെസ്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. 3 ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചർ, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. നല്ലൊരു കൈയടി ടീം ഡിക്ക് കൊടുക്കാം. ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. ക്വിസ് ഓഫ് ഹാർട്ടിലെ നിർണായകമായ അവസാന 2 ചോദ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. 1853 അമേരിക്കൻ ഇൻവെൻറ്റർ, അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ ഇദ്ദേഹം ആണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ആദ്യം കണ്ടുപിടിച്ചത് റെയിൽവേ സേഫ്റ്റി ബ്രേക്ക് ആയിരുന്നു. 1861 ഇദ്ദേഹം ലോകത്തെ ആദ്യത്തെ ലിഫ്റ്റ് കമ്പനി സ്ഥാപിച്ചു. പക്ഷേ ഇദ്ദേഹമല്ല ലിഫ്റ്റ് കണ്ടുപിടിച്ചത്. പല പുസ്തകങ്ങളിലും അല്ലെങ്കിൽ കോമണായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇദ്ദേഹമാണ് ലിഫ്റ്റ് കണ്ടുപിടിച്ചതെന്ന്. ഇദ്ദേഹം ലിഫ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് ലിഫ്റ്റിൻ്റെ ബ്രേക്കാണ്. ലിഫ്റ്റ് ഓരോ നിലയിലും നിൽക്കുന്നതിനുള്ള ബ്രേക്കാണ് കണ്ടുപിടിച്ചത്. 1853 അമേരിക്കൻ ഇൻവെൻറ്ററാണ്. ബ്രേക്ക് ലിഫ്റ്റ് കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. റെയിൽവേ സെക്യൂരിറ്റി ബ്രേക്ക് കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. ലോകത്തെ ആദ്യത്തെ ലിഫ്റ്റ് കമ്പനി സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. ഈ വ്യക്തിയെ തിരിച്ചറിയുക. അദ്ദേഹത്തിൻ്റെ പേരാണ് എനിക്ക് വേണ്ടത്. ഇപ്പോഴും
നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പല ലിഫ്റ്റുകളിലും ഈ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പലരും അത് കമ്പനിയുടെ പേരാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരാണ്. പക്ഷെ അദ്ദേഹം അല്ല ലിഫ്റ്റ് കണ്ടുപിടിച്ചത്, അദ്ദേഹം ലിഫ്റ്റ് ബ്രേക്കാണ് കണ്ടുപിടിച്ചത്. ലിഫ്റ്റ് ഓരോ നിലയിലും നിൽക്കുന്നതിനുള്ള ബ്രേക്കിംഗ് സിസ്റ്റം. ചോദ്യം ക്ലിയർ ആയല്ലോ? എന്തു തീരുമാനിച്ചു? അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാണ്. പാസ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കറിയാം. ക്വിറ്റ് ചെയ്യുന്നു. ഭരതിന് തീരെ വിശ്വാസമില്ല. ഇല്ല, ഭാരതത്തിലേക്ക് പോകുന്നില്ല. തൽക്കാലത്തിലേക്ക് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ശരി, അവസാനത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ശേഷം ക്വിസ് ഓഫ് ഹാർട്ടിൻ്റെ സമ്മാനദാനം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവസാനത്തെ ചോദ്യം ക്വിസ് ഓഫ് ഹാർട്ടിൽ നേരിടുന്നത് താങ്കളാണ്. ഇതാണ് താങ്കൾക്കുള്ള ചോദ്യം. ഓക്കെ, ഞാൻ ഈ ചോദ്യം ഇരുന്നിട്ട് ചോദിക്കാം. ഓക്കെ. ഡാനിയൽ ഹെസ് 1860 ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് പ്രാകൃത രൂപം കണ്ടുപിടിച്ചു. ഹെർബർട്ട് സെസിൽ ബൂത്ത് ആണ് ഈ ഉപകരണം രൂപകൽപ്പന ചെയ്തത്. 1901 രൂപകൽപ്പന ചെയ്തത്. ഇത് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് പഫിംഗ് ബില്ലി എന്ന പേരിലായിരുന്നു. 1905 വാൾട്ടർ ഗ്രിഫിത്ത് ഇതിനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പേര് ഡൊമസ്റ്റിക് സൈക്ലോൺ എന്നാണ്. ഇന്നത് എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. എന്ത് വസ്തുവാണ് ഹെർബർട്ട് സെസിൽ ബൂത്ത് 1901 ഉപയോഗിച്ച് വീണ്ടും 119 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ ഉപകരണം? ഉത്തരം പറയുകയാണ്. നേരിട്ട് ഉത്തരം പറയുന്നു. വാക്വം ക്ലീനർ. ശരിയായ ഉത്തരം. 25 പോയിന്റ് ടീം ഡിക്ക് ലഭിക്കുന്നു. ക്വിസ് ഓഫ് ഹാർട്ടിൻ്റെ മത്സര വിജയിയെ ഈ വേദിയിൽ തന്നെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും. ടീം ഡി ഭരതും അതോടൊപ്പം അഭിനവും ചേർന്നാണ് ഈ മത്സരത്തിൻ്റെ 1ാം സ്ഥാനം പങ്കിട്ടെടുക്കുന്നത്. 25 പോയിന്റോടുകൂടി ക്വിസ് ഓഫ് ഹാർട്ടിലെ ചാമ്പ്യന്മാരായി, ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായി നിങ്ങൾ മാറുന്നു. കൺഗ്രാജുലേഷൻസ്. 2 പേർക്കും അഭിനന്ദനങ്ങൾ. മറ്റെല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ നൽകുന്നു. 25 പോയിന്റ്സ് ടീം ഡിക്ക് ലഭിക്കുന്നു. ഓഡിയൻസ്, നിങ്ങൾക്കുള്ള ചോദ്യം. 1978 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കൃതിയിൽ 250-ലേറെ കഥാപാത്രങ്ങളുണ്ട്. പഴയ ട്രാവൻകൂറിൻ്റെ ചരിത്രം, സാമൂഹിക പശ്ചാത്തലവും വിവരിക്കുന്ന കൃതിയാണ്. പക്ഷേ ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കൃതിയിൽ ഒരു നായകനോ നായികയോ ഇല്ല. ഒരു നോവലാണ്. ഈ നോവൽ നായകനോ നായികയോ ഇല്ല. ഒരു നായകനോ നായികയോ ഇല്ലാത്ത 250-ലേറെ കഥാപാത്രങ്ങളുള്ള ഒരു നാടിൻ്റെ ചരിത്രം, പഴയ തിരുവിതാംകൂറിൻ്റെ ചരിത്രം മുഴുവൻ പറയുന്ന വളരെ പ്രശസ്തമായ ഈ നോവൽ ഏതാണ്? വളരെ വലിയ ബൃഹത്തായ ഒരു നോവൽ കൂടിയാണ്. ഏതാണ് ഈ നോവൽ? ആ നോവലിൻ്റെ പേരുള്ള എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടാകും. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ നല്ല. ശരിയായ ഉത്തരം കയർ. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കയറാണ്. അഭിനന്ദനങ്ങൾ. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആശയത്തിൽ CCTV സംഘടിപ്പിച്ച ക്വിസ് ഓഫ് ഹാർട്ടിന്റെ വളരെ നിർണായകമായ ഫൈനൽ മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇഞ്ചോടിഞ്ചുള്ളൊരു മത്സരമാണ് നമ്മൾ കണ്ടത്. ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് വഴിമാറിയുള്ള ഈ ഒരു കലാശ പോരാട്ടിൽ വിജയികളായത് ടീം ഡി നാഷണൽ HS ഇരിഞ്ഞാലക്കുട 250 പോയിന്റുമായി ക്വിസ് ഓഫ് ഹാർട്ടിൻ്റെ ഈ സീസണിലെ 1ാമതെത്തിയിരിക്കുന്നു. ക്വിസ് ഓഫ് ഹാർട്ടിൻ്റെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയെ കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ്. ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് വിസ്ഡം കോളേജ് പാവർട്ടി ആൻഡ് കുന്നംകുളം, പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം ബി LBSM HS അവിട്ടത്തൂർ. 215 പോയിൻ്റാണ് അവർ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ നേടിയിട്ടുള്ളത്. ദെൻ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം CHS ചാലിശ്ശേരി. 155 പോയിൻ്റാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ദെൻ 4th ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണി. 130 പോയിൻ്റാണ് അവർ നേടിയിട്ടുള്ളത്. വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു. എന്തായാലും ക്വിസ് ഓഫ് ഹാർട്ടിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ വീണ്ടും അടുത്ത സീസണായി നിങ്ങൾ കാത്തിരിക്കുക. ക്വിസ് ഓഫ് ഹാർട്ട് സീസൺ 2 അടുത്ത് തന്നെ വരുന്നതാണ്. പ്രേക്ഷകർക്ക്, വിദ്യാർത്ഥികൾക്ക് എല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് അവസരങ്ങൾ ജനപ്രിയ ചാനലായ CCTV വീണ്ടും ഒരുക്കുന്നു. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഇവിടെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്തുന്ന വിജയികൾക്കുള്ള സമ്മാനം CCTVയുടെ 14ാമത് വിദ്യാഭ്യാസ പുരസ്കാര ദാന ചടങ്ങിലാണ് സമ്മാനിക്കുക. 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം A ആണ്, ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണി. അവർക്ക് പവർ ഗാർഡ് സോളാർ സിസ്റ്റമാണ് പ്രോത്സാഹന സമ്മാനം നൽകുന്നത്. അത് നൽകുന്നതിനായി
സിഡ്കോ ഡയറക്ടർ ശ്രീ TV ജോൺസണെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ COA ജില്ലാ പ്രസിഡന്റും CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ അമ്പലപ്പാട്ട് മണികണ്ഠനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പവർ ഗാർഡ് സോളാർ സിസ്റ്റം നൽകുന്ന പ്രോത്സാഹന സമ്മാനമാണ് ടീം എക്ക് നൽകുന്നത്. 130 പോയിന്റുമായിട്ടാണ് അവർ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ആദ്യമായി ടീം എ സിഡ്കോ ഡയറക്ടറും COA ജില്ലാ പ്രസിഡന്റും CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അമ്പലപ്പാട്ട് മണികണ്ഠനും ചേർന്ന് ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ 4ാം സ്ഥാനക്കാർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്നു. പ്രോത്സാഹന സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. 2 മത്സരാർത്ഥികൾക്കും പവർ ഗാർഡ് സ്പോൺസർ ചെയ്യുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നു. ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ വളരെ നിർണായകമായ ഒരു വേദിയാണിത്. 1ാം സ്ഥാനക്കാർക്കും 2ാം സ്ഥാനക്കാർക്കും 3ാം സ്ഥാനക്കാർക്കും CCTVയുടെ 14ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങിലായിരിക്കും സമ്മാനങ്ങൾ നൽകുക. 1ാം സ്ഥാനത്തെത്തുന്നവർക്ക് 1 ലക്ഷം രൂപയും 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് 50,000 രൂപയും 3ാം സ്ഥാനത്തെത്തുന്നവർക്ക് 25,000 രൂപയുമാണ് സമ്മാനങ്ങൾ നൽകുന്നത്. കേഷ് പ്രൈസുകൾ സ്പോൺസർ ചെയ്യുന്നത് വിസ്ഡം കോളേജ് പാവട്ടി ആൻഡ് കുന്നംകുളം, പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. അടുത്ത ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഓഡിയൻസ് റൗണ്ടിൽ ഉത്തരം പറഞ്ഞ വിജയിക്കാണ് പവർ ഗാർഡ് സോളാർ സിസ്റ്റം നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂടെയുണ്ട്. വിശാലാക്ഷി, നേരത്തെ ചാലിശ്ശേരി സ്വദേശിയായ വിശാലാക്ഷിയെ വേദിയിലേക്ക് ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നതിനായി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓഡിയൻസ് റൗണ്ടിലെ വിജയിയാണ്, ചാലിശ്ശേരി സ്വദേശിയാണ്. പവർ ഗാർഡ് സോളാർ സിസ്റ്റം നൽകുന്ന സമ്മാനമാണ്. ഓഡിയൻസ് റൗണ്ടിലെ വിജയി ചാലിശ്ശേരി സ്വദേശി വിശാലാക്ഷി ഏറ്റുവാങ്ങുന്നു. ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ ആദ്യ സീസൺ ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുമായി സഹകരിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ 1ാം സീസണാണ് ഇവിടെ അവസാനിക്കുന്നത്. 2ാം സീസൺ തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുക, വിദ്യാർത്ഥികളും അതിനുവേണ്ടി കാത്തിരിക്കുക. ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ ഫൈനൽ മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. CCTVയുടെ ജനകീയ പ്രോഗ്രാമായ ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ അവാർഡ് വിതരണമാണ്. ക്യൂസ് ഓഫ് ഹാർട്ട് വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു പ്രോഗ്രാമാണ്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് 1ാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത്. 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് 50,000 രൂപയും 3ാം സ്ഥാനത്തെത്തുന്നവർക്ക് 25,000 രൂപയുമാണ് ക്യാഷ് അവാർഡ് നൽകുന്നത്. നമ്മുടെ സ്വന്തം MLA ശ്രീ KV അബ്ദുൽ ഖാദറാണ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നത്. അതിനു മുമ്പായി ക്യൂസ് ഓഫ് ഹാർട്ടിൻ്റെ ചെറിയൊരു പ്രൊഫൈൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രൊഫൈൽ പ്ലീസ്. കിസ് ഓഫ് ഹാർട്ട് കിസ് മത്സരം പേര് അന്വർത്ഥമാക്കും വിധം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരുടെ അഭിരുചി പരിശോധനയായിരുന്നു. 1 വർഷം മുൻപ് ഇതേ വേദിയിൽ വൈജ്ഞാനിക മേഖലയിലെ ശ്രദ്ധേയ സാന്നിധ്യം ശ്രീ ഗോപിനാഥ് മുതുകാട് തിരിതെളിയിച്ച അറിവിന്റെ മഹോത്സവം പിന്നീട് പ്രേക്ഷകർ നെഞ്ചേറ്റി. നവംബർ 7 ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആരുടെ ജന്മദിനമായിരുന്നു അറിയാമോ? എനി ഐഡിയ? നവംബർ 7 ആരുടെ? CV രാമൻ്റെ. പിന്നെ ഒരാളുടെ കൂടിയുണ്ട്, ഒരു നൊബേൽ പ്രൈസ് വിന്നർ കൂടിയുണ്ട്. 1ലധികം നൊബേൽ പ്രൈസ് വിന്നറാണ്. അതിന്റെ സാക്ഷ്യമാണ് ജില്ലയിലെ 64 വിദ്യാലയങ്ങളിൽ നിന്നായി ഈ മഹാപ്രശ്നോത്തരിയിൽ പങ്കെടുത്ത 112 വിദ്യാർത്ഥികൾ. പ്രാഥമിക ഘട്ടം മുതൽ നോക്കൌട്ട് തലം വരെയുള്ള മത്സരങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. ഒടുവിൽ ഇഞ്ചോടിഞ്ച് മത്സരം കണ്ട കലാശപ്പോരിൽ 1ാം സ്ഥാനം നേടിയത് ഇരിഞ്ഞാലക്കുടയിലെ നാഷണൽ HS. ടീം D ഭരതും അതോടൊപ്പം അഭിനവും ചേർന്നാണ് ഈ മത്സരത്തിൻ്റെ 1ാം സ്ഥാനം പങ്കിട്ടെടുക്കുന്നത്. അവിട്ടത്തൂർ LBSM-HS 2ാം സ്ഥാനം നേടിയപ്പോൾ ഗവൺമെൻറ് HS ചാലിശ്ശേരി 3ാമതായി. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ പ്രൊഫസർ ജെയിൻ J തേറാട്ടിലായിരുന്നു കിസ് മാസ്റ്റർ. രമ്യ അവതാരകയായപ്പോൾ പ്രോഗ്രാം ഡയറക്ടർ KC ജോസിന്റെ നേതൃത്വത്തിൽ CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ജോസ് മാളിയേക്കൽ, ഗിസ്റ്റോ എടക്കളത്തൂർ, മഹേഷ് അഗതിയൂർ, വൈശാഖ് ചെറമനങ്ങാട്, മിഥുൻ ശങ്കരപുരം, ഷിജിഷ് ഷൺമുഖ, അഭിജിഷ്ണു, ജിഷ്ണു കോട്ടപ്പുറം, പ്രജിത് ചാലിശ്ശേരി, ടോണി, ഡെയ്സൺ കൂനുമുച്ചി എന്നിവർ അണിയറയിലെ നിർണായക സാന്നിധ്യങ്ങളായി. വിദ്യാർത്ഥികൾ ആവേശത്തോടെ ഏറ്റെടുത്ത കിസ് ഓഫ് ഹാർട്ടിന്റെ 2ാം പതിപ്പ് എത്രയും വേഗം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് CCTV പ്രോഗ്രാം ടീം.
കിസ് ഓഫ് ഹാർട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരെ കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി CCTV മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൺ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ CCTVയുടെ സ്ഥാപകരിൽ പ്രമുഖൻ, CCTV എന്ന സ്ഥാപനത്തിൻ്റെ നെടുനായകത്വം വഹിച്ച CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ TV ജോൺസൺ, പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, CCTV ചെയർമാൻ ശ്രീ KC ജോൺസൺ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ക്യൂസ് മാസ്റ്റർ പ്രൊഫസർ ജെയിൻ ജെ തേറാട്ടിൽ, എല്ലാവരെയും ഈ പുരസ്കാര വിതരണ ചടങ്ങിൽ സന്നിഹിതരാവാൻ ക്ഷണിക്കുകയാണ്. നാഷണൽ HS ആണ് വിജ്ഞാനത്തിൻ്റെ ലോകത്ത് വിഹരിച്ച് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം. നാഷണൽ HS 250 പോയിൻ്റാണ് അവർക്ക് ഫൈനൽ റൗണ്ടിൽ ലഭിച്ചത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് 1-ാം സ്ഥാനത്തെത്തുന്നവരെ കാത്തിരിക്കുന്നത്. ക്യാഷ് പ്രൈസ് സ്വീകരിക്കുന്നതിനായി നാഷണൽ HS ഇരിങ്ങാലക്കുട വളരെ സ്നേഹത്തോടെ അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഗുരുവായൂരിൻ്റെ സ്വന്തം MLA ശ്രീ KV അബ്ദുൽ ഖാദർ 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് 1-ാം സ്ഥാനത്തെത്തിയ നാഷണൽ HS ഇരിങ്ങാലക്കുടയ്ക്ക് നൽകുന്നു. കിസ് ഓഫ് ഹാർട്ടിൻ്റെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് വിസ്ഡം കോളേജ് പാവട്ടി ആൻഡ് കുന്നംകുളം, പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമൂച്ചി. 2-ാം സ്ഥാനത്തെത്തുന്നവർക്ക് 50,000 രൂപയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. LBSM HSS അവിട്ടത്തർ സ്കൂളിലാണ് വാശിയേറിയ ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് വഴിമാറി വാശിയേറിയ പോരാട്ടത്തിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. LBSM HSS അവിട്ടത്തൂർ വളരെ സ്നേഹത്തോടെ തന്നെ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 50,000 രൂപയുടെ ക്യാഷ് പ്രൈസാണ് ക്യൂസ് ഓഫ് ഹാർട്ടിൽ അവർ നേടിയത്. ശ്രീ KV അബ്ദുൽ ഖാദർ MLA ക്യാഷ് അവാർഡുകൾ നൽകുന്നു. ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്യുന്നത് വിസ്ഡം കോളേജ് പാവട്ടി ആൻഡ് കുന്നംകുളം, പവർ ഗാർഡ് സോളാർ സിസ്റ്റം കുനമൂശി. 3-ാം സ്ഥാനത്ത് 25,000 രൂപ ക്യാഷ് അവാർഡ് നേടിയത് HS ചാലിശ്ശേരിയാണ്. HS ചാലിശ്ശേരിയിലെ മിടുമിടുക്കരായ 2 വിദ്യാർത്ഥികളെയും ക്യാഷ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ തന്നെ അവരെയും ക്ഷണിക്കുന്നു. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അവർ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ശ്രീ KV അബ്ദുൽ ഖാദർ MLA വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. കിസ് ഓഫ് ഹാർട്ട് ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്യുന്നത് വിസ്ഡം കോളേജ് പാവട്ടി ആൻഡ് കുന്നംകുളം, പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമൂച്ചി. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.